ഹലോ, ഞാൻ രാവിലെ എൻ്റെ യൂട്യൂബിന് രാവിലെ തന്നെ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് എനിക്ക് ചെറിയ പണി കിട്ടി എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് കിട്ടിയ പണി ആർക്കും കിട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത് തന്നെ ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടേ ഉള്ളൂ. ചാനൽ നേരത്തെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ ഈ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അസുഖമായ സമയത്ത് എന്നോട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിടുന്നത്. അത് ഞാൻ ആദ്യം ഒരു തവണ ഇട്ടു. അപ്പോൾ എനിക്ക് ടെൻഷനായി, എന്താ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും, ആരെങ്കിലും കാണുമോ, എങ്ങനെയാണ് നെഗറ്റീവ് കമൻറ്റുകൾ വരുമോ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ഇട്ടു. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാനത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇട്ടില്ല കുറച്ച് ദിവസത്തേക്ക്. വീണ്ടും ഞാനൊരു വീഡിയോ കൂടി ഇട്ടു. അപ്പം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ജസ്റ്റ് നോക്കിയപ്പം അതിലൊരു 100 വ്യൂസ്, ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ 100 വ്യൂസൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ആയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും വീഡിയോസ് എടുത്തിട്ടു. അപ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂസ് വരുന്ന കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ ചാനൽ പെട്ടെന്ന് എനിക്ക് ഈ യൂട്യൂബിൻ്റെ ഒരു പോളിസി അനുസരിച്ച് 4000 വാച്ചിങ് അവറും 1000 സബ്സ്ക്രൈബേഴ്സുമാണ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ആവേണ്ടത് എന്നാണല്ലോ പറയുന്നത്. എനിക്കൊരു 10-20 ദിവസത്തിനുള്ളിൽ ഏകദേശം അങ്ങനെ കിട്ടി. അങ്ങനെ എനിക്ക് മോണിറ്റൈസേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് പേര് വീഡിയോസൊക്കെ നോക്കി ഞാനത് ചെയ്തു, മോണിറ്റൈസേഷൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോസൊക്കെ ഇട്ടു. പക്ഷേ പിന്നെ പല സാഹചര്യങ്ങളുണ്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതായിപ്പോയി. ഞാൻ എൻ്റെ ചാനൽ അവിടെ നിർത്തിവെച്ചു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെയും ഞാൻ എന്നോട് പലരും പറഞ്ഞു, എനിക്ക് ഇത്രയും ഭാഗ്യമാണ്, ലക്കാണ് ഇത്ര പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവുന്നത്, നീ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടിയാൽ നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഇപ്പം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഒരുപാടുള്ള സമയമാണ്. ഇത്രയും വലിയൊരു ചികിത്സ ചെയ്തതിൻ്റെ കടമായിട്ടല്ല, ഒരുപാട് കടം പുറത്തില്ലെങ്കിൽ കൂടിയും നമ്മൾ സ്വരുക്കൂട്ടി വെച്ചതെല്ലാം എടുത്ത് നമ്മൾ പലതും വിറ്റ് അങ്ങനെ ഒരുപാട് എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞത്. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് 21 ദിവസം കൂടുമ്പോൾ നല്ലൊരു പൈസ നമ്മുടെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചാനലിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, ഞാൻ വീഡിയോസ് ഇടാൻ വിചാരിച്ചു. വീഡിയോസ് ഇട്ടു. പക്ഷേ എനിക്ക് ID വെരിഫിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ഇവിടെ അടുത്തൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബേഴ്സിൽ എന്നോട് തന്നെ പലർക്കും കമൻ്റായിട്ട് ചോദിച്ചു തുടങ്ങി. അപ്പോൾ അതിൽ ഒരു യൂട്യൂബർ എനിക്ക് വേറൊരു ചേട്ടൻ എൻ്റെ ID തന്നിട്ട് പറഞ്ഞു അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ J4 Tech എന്ന് പറഞ്ഞിട്ട് ഒരു ജിജോ എന്ന് പറയുന്നൊരു ചേട്ടൻ്റെ നമ്പറായിരുന്നു. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ എല്ലാ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തു. ആ കൂടെ തന്നെ ഞാൻ ABS യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലിനെയും കൂടെ കോൺടാക്ട് ചെയ്തു. 2 കൂട്ടരെയും കോൺടാക്ട് ചെയ്തു. പക്ഷേ ആദ്യം എനിക്ക് റിപ്ലൈ തന്നത് J4 Tech എന്ന് പറഞ്ഞ ആളാണ്, അതിൻ്റെ ജിജോ ചേട്ടനാണ്. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ചാനൽ ഫ്രീസായിട്ടോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടായിട്ടോ ഒന്നുമില്ല, നമുക്കിത് റെഡിയാക്കി എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പേയ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അവസ്ഥകളൊക്കെ കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞു, പേടിക്കേണ്ട, പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തരാൻ പറ്റുവാണെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അവർ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തു തരുന്നതല്ലേ, എന്തെങ്കിലും നമ്മൾ കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന സമയത്ത് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ചേട്ടൻ അത് ഓക്കെ പറഞ്ഞു. എനിക്ക് വളരെ നന്നായിട്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു തന്നു. പക്ഷേ അതിന് ശേഷമാണ് ABS യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞ ചാനലിൽ എൻ്റെ മെസ്സേജ് കാണുന്നത്. വളരെ നല്ല ആൾക്കാരാണ്. അവർ പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ തന്നു. എന്നിട്ട് അവരെന്നോട് ചോദിച്ചു, കയ്യിൽ പൈസയുണ്ടോ, ഇത്ര എമൗണ്ട് ആവും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പൈസ ഇല്ല, ഞാൻ ആരുടെയും വാങ്ങിത്തരാം, എനിക്ക് അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടു, അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് പൈസ ഒന്നും തരണ്ട, ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ പറഞ്ഞു. അപ്പം ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു മനസ്സുണ്ടാവുന്നത് തന്നെ വലിയ കാര്യം. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് ചേട്ടനെല്ലാം റെഡിയാക്കി തന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഒരുപാട് നന്ദി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ 2 കൂട്ടരെ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട. J4 Techലെ ജിജോ ചേട്ടനും പിന്നെ ABS യൂട്യൂബ് ടിപ്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ ആൾക്കാരും. അങ്ങനെ എൻ്റെ യൂട്യൂബ് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തമ്പനെയിൽ സെറ്റ് ചെയ്യുന്നത്, ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോ വീഡിയോസും കാണുമ്പോൾ ഞാൻ നോക്കും, എല്ലാവർക്കും തമ്പനെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തമ്പനെയിൽ സെറ്റ് ചെയ്താൽ കുറച്ചും കൂടി വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തമ്പനെയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി പഠിച്ചു. എന്നിട്ട് ഞാൻ ഇന്നലെ കുത്തിരുന്ന് എൻ്റെ പഴയ വീഡിയോസിനൊക്കെ തമ്പനെയിൽ ഇട്ടു. അപ്പോൾ തമ്പനെയിൽ ഇടുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിൻ്റെ പോളിസികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അറിയില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു തമ്മിൽ ഇടുന്നതിന് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. കുറച്ചെണ്ണം ഞാൻ എൻ്റെ ഫോട്ടോസ് തന്നെ ഇട്ടു, ബാക്കി ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുന്ന വീഡിയോസ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസറെ സംബന്ധിച്ചതായതുകൊണ്ട് ഞാനൊരു ഹ്യൂമൻ ബോഡി അനാട്ടമിയുടെ പിക്ചറാണ് എടുത്തത്. അത് ഏകദേശം ഒരു ഫുള്ളില്ല, ഒരു വയറിന് മുകളിലോട്ടും കഴുത്തിന് താഴോട്ടും. അപ്പോൾ ബ്രസ്റ്റ് ഏകദേശം അതിൽ കവറായി വരും. അതൊരു ജീവനുള്ള ആളുടെ ഫോട്ടോയൊന്നും അല്ല, ഒരു വരച്ച് വെച്ചിരിക്കുന്ന ഒരു ചിത്രം. അതിൽ ബ്രസ്റ്റിൽ നമ്മുടെ ക്യാൻസർ ലംബ് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പിക്ചർ. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഒരു തമ്പനെയിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇട്ടു. ഫസ്റ്റ് വീഡിയോയ്ക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് ഞാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാ തമ്പനെയിലും അവിടെയുണ്ട്. ഈ തമ്പനെയിൽ മാത്രമല്ല, വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ എനിക്ക് അറിയാത്തതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതായിരിക്കും വിചാരിച്ചു. ഞാൻ വീണ്ടും ആ തമ്പനെയിൽ തന്നെ ഇട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് വീണ്ടും പോയി, വീഡിയോ മാത്രമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം ഇങ്ങനെ, പിന്നെ ഞാൻ തമ്പനെയിൽ ഇട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരു മെയിൽ വന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ മെയിൽ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട് അതിനകത്ത് എന്താ പറയുക, സെക്സ് ആൻഡ് ന്യൂഡ് ഫോട്ടോസൊക്കെ ഇതിലിങ്ങനെ ആഡ് ചെയ്യുന്നത് കുറ്റകരമാണ്, അത് യൂട്യൂബ് പോളിസിനെ പിന്നെ എന്താ പറയുക തെറ്റിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടൊരു മെയിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഞെട്ടിപ്പോയി. ഇങ്ങനൊരു സംഭവം എനിക്ക് അറിയ കൂടിയില്ല, ആരും പറഞ്ഞും കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ബേജാറായി, എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. പിന്നെ കുറേ യൂട്യൂബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കി. അപ്പോൾ ഞാൻ പലരുടെ വീഡിയോയിലും കണ്ടു ഇങ്ങനെ അവർ യൂട്യൂബ് നമുക്ക് തരുന്ന വാണിങ്ങിനകത്ത് കറക്റ്റായിട്ട് അവർ ആ വാണിങ് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇതിൽ ഇങ്ങനെ വാണിംഗ് ആയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എന്താണ് ഒരു അങ്ങനത്തെ ഒരു സംഭവമൊന്നും കണ്ടില്ല. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ ജിജോ ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്തു ഇന്ന് രാവിലെ. അപ്പോൾ ഇന്ന് രാവിലെ കോൺടാക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറേശ്ശെ ഡോളർ കയറി തുടങ്ങിയ ചാനലാണ്. അപ്പം ഇന്ന് ഡോളറൊന്നും കയറിയിട്ടില്ല. അപ്പോൾ എന്താ എനിക്ക് ടെൻഷനായി, ചിലപ്പോൾ ഇങ്ങനെ ചാനൽ വീണ്ടും എൻ്റെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്തോ കട്ടായോ ഒന്നും അറിയില്ല എനിക്ക്. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഇങ്ങനത്തെ ഉണ്ടാകാൻ പാടില്ല, യൂട്യൂബിൻ്റെ നിയമത്തിനൊക്കെ വിരുദ്ധമാണ്. അപ്പം എത്രയും പെട്ടെന്ന് അങ്ങനത്തെ വല്ലോ തമ്മിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യേ, കാരണം ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചാനൽ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ പുള്ളിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം നിനക്ക് അവർ വാണിങ്ങും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, അവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, നീ പൊട്ടത്തരം കാണിച്ചതെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു, ഒന്നും അറിയാതെ ചെയ്തതാണെന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിനക്ക് അങ്ങനെ ഇളവ് തന്നത് എന്ന് പറഞ്ഞു. ഞാനൊന്നും അറിയാത്ത ആളാണ്, ചിലപ്പോൾ യൂട്യൂബിൽ മനസ്സിലായിട്ടുണ്ടാവും, കാരണം ന്യൂ യൂട്യൂബറാണെന്ന് കണ്ടാൽ അറിയാമല്ലോ, അധികം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്കൊരു ഇളവ് തന്നതായിരിക്കാം. ഇനി മേലാൽ ഞാൻ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചു. ഞാൻ ആകെ ടെൻഷനായിപ്പോയി. യൂട്യൂബ് അത് റിമൂവായി പോകുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മളങ്ങനെ വലിയൊരു യൂട്യൂബറൊന്നും അല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. ആ കാണുന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വലുതാണ്. കാരണം അവർ പലരും എന്നോട് ഇങ്ങോട്ട് കമൻ്റ് അയച്ച് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ ചിലപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടപ്പോൾ അവരോട് ചോദിക്കുന്നത് യൂട്യൂബിലുണ്ടോ, ഇങ്ങനെ വീഡിയോ ഇടാറുണ്ടോ, അതൊക്കെ ഒരു സന്തോഷമാണല്ലോ. അത്രയും ഞാൻ കരുതുന്നുള്ളൂ. വലിയൊരു ചാനലായി എനിക്ക് കുറേ ഏണിങ്സ് ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നും എനിക്കറിയാം. ഇതിന് തന്നെ കിട്ടിയാൽ ഞാൻ മേടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പെട്ടെന്നൊരു ചാനൽ മോണിറ്റൈസേഷനായി, സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഒരു സന്തോഷമല്ലേ. അതിങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വിഷമം വന്നു. ഞാൻ വിചാരിച്ചു പോട്ടെ, ഇപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ടെൻഷനായിട്ട് കാര്യമല്ലല്ലോ, നമുക്ക് വിധിച്ചിട്ടില്ലാത്തതായിരിക്കും, എന്നാൽ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ചാനൽ പോയിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, ഇനി വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ചിലപ്പോൾ ഇത് റിമൂവ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഇനി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ 1-2 ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യം എന്നൊക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയ പ്രശ്നം. അപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തമ്പനെയിലും കാര്യങ്ങളും കണ്ടൻറ്റും ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പോളിസികളും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് ശരിക്കും നോക്കി പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എനിക്ക് പറ്റിയ പോലത്തെ അബദ്ധമൊന്നും പറ്റണ്ട. എന്തോ ലക്കിന് ഞാൻ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ ചാനൽ പോയേനെ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ചാനലൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ഇതായി. പക്ഷേ എന്നാലും അതായി വന്ന ചാനലിലെ ഞാൻ അങ്ങനെ കളയുന്നൊരു അഹങ്കാരമല്ലേ. അപ്പോൾ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരൊക്കെ കഷ്ടപ്പെട്ട് ചാനൽ തുടങ്ങിയതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. യൂട്യൂബ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഡൗൺലോഡൊക്കെ ചെയ്തെടുക്കുന്ന ഫോട്ടോസൊക്കെ എന്തെങ്കിലും ഇതിലിടാവോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വീഡിയോ പബ്ലിക് ആക്കുന്നതിന് മുന്നേ എന്താ പ്രൈവറ്റ് ആക്കി നോക്കിയിട്ടൊക്കെ വേണം പബ്ലിക് ആക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ കറക്റ്റ് വീഡിയോസും കാര്യങ്ങളും കണ്ട് ആരുടെങ്കിലുമൊക്കെ ഹെൽപ്പ് നേരിട്ട് മാത്രം ചെയ്യാം കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു ചാനൽ പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. ചിലപ്പോൾ ഏണിങ്സൊക്കെ കയറി തുടങ്ങിയ ചാനലാണെങ്കിൽ അതിനേക്കാളും വലിയ വിഷമമായിരിക്കും. അപ്പോൾ അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ.
അപ്പോൾ രാവിലത്തെ ആ ഒരു വീഡിയോയുടെ മറുപടിയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. എൻ്റെ രോഗവും കണ്ടീഷനും ഒന്നുമല്ല. അപ്പം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കാണാം, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പം ഓക്കെ, ബൈ.